കൃഷ്ണന് ഒരുപാട് ദുഃഖങ്ങളുണ്ട്. പക്ഷെ അതെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് കൃഷ്ണൻ നടക്കുന്നത്. അപ്പം നന്ദിയോട് പറഞ്ഞാൽ കാര്യങ്ങൾ നടക്കും. അപ്പം നന്ദിയുടെ ചവിട്ടിൽ, ഇടത്തെ ചവിട്ടിൽ നമുക്ക് വേണ്ട എല്ലാം ഇടത്തെ ചവിട്ടിലാണല്ലോ നന്മകൾ. അപ്പോൾ അവിടെ ചെന്ന് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നന്ദിയുടെ ഇടത്തെ ചവിട്ടി പറയണം. നന്ദിയെ തുടരരുത്. ചിലരിങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പറയും, അത് ഒരിക്കലും പാടില്ല. സ്ത്രീകൾക്ക് ഇപ്പം എങ്ങനെയാ? കൃഷ്ണൻ എല്ലാവർക്കും പുഞ്ചിരിച്ചുകൊണ്ടല്ലേ നടക്കുള്ളൂ. കൃഷ്ണന് ഒരുപാട് ദുഃഖങ്ങളുണ്ട്. പക്ഷെ അതെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് കൃഷ്ണൻ നടക്കുന്നത്. അതുകൊണ്ടായിരിക്കണം കൃഷ്ണനെ എപ്പോഴും ഉല്ലസിച്ച് പുഞ്ചിരിച്ചുകൊണ്ടേ നടക്കുള്ളൂ. ജനിച്ചതോ കാരാഗ്രഹം, സ്വന്തം അമ്മയുടെ പാല് പോലും കുടിക്കാൻ പറ്റിയില്ല കൃഷ്ണന്. അങ്ങനെയാണ് വളർന്നത്. അന്യ സ്ഥലത്ത് അന്യ സ്ത്രീയുടെ അടുത്ത്, അതായത് സ്വന്തം പെറ്റമ്മ പോലും നോക്കാൻ പറ്റിയില്ലല്ലോ ആ സാഹചര്യത്തിൽ. അപ്പോൾ അതുപോലെ വളർന്ന ആ കൃഷ്ണൻ, പാതിരയ്ക്ക് ജനനം. അപ്പോൾ അങ്ങനെ വളർന്നിട്ടും ആ കൃഷ്ണൻ ആ ദുഃഖങ്ങളൊന്നും ഒരു ദുഃഖമായിട്ട്, നമുക്കൊക്കെ ചെറിയൊരു ദുഃഖം വരുമ്പോൾ അത് മുഖത്ത് എടുത്ത് പിടിച്ച് നടക്കും ചില ആൾക്കാർ. ആരും നോക്കാൻ അങ്ങനെയില്ല. നമ്മൾ എന്ത് ദുഃഖം ഉണ്ടെങ്കിലും ഇതെല്ലാം നമുക്ക് അനുഭവിക്കാൻ ദൈവം തന്നേക്കണെയാണ് എന്ന് വിചാരിച്ച് മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ സന്തോഷമായിട്ട് പോകണം എന്നുള്ളതാണ് കൃഷ്ണൻ കാണിച്ചു തരുന്നത്. എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട്. കൃഷ്ണൻ്റെ ദുഃഖങ്ങളൊന്നും നമ്മളെ കാണിക്കുന്നില്ല. പറയുന്നുണ്ടോ, കഥ പറയുമ്പോൾ കാര്യങ്ങൾ അറിയാമെന്നല്ലാതെ ഒന്നും അവിടെ ഇതാണില്ല. പോസിറ്റീവായിട്ട് അങ്ങോട്ട് പോവുകയാണ്. എല്ലാവർക്കും പറ്റുന്നവർക്കൊക്കെ ഉപകാരം ചെയ്തും നന്മ ചെയ്തും നന്മ പറഞ്ഞും ഇങ്ങനെ അങ്ങോട്ട് ജീവിതം പോവുകയാണ്. അപ്പം അങ്ങനെ പോസിറ്റീവ് എനർജി ആയിട്ട് ഏറ്റവും സർവശക്തനാണ് കൃഷ്ണൻ. അങ്ങനെ പോകുന്ന ഒരു കൃഷ്ണനെ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ലേ? അതുപോലെ ആവണം നമുക്കെന്നല്ലേ നമുക്ക് തോന്നുള്ളൂ. സർവശക്തനാണ്. അങ്ങനെ എന്താ ഒരു ദുഃഖവും കാണിക്കാതെ എപ്പോഴും കൃഷ്ണനെ കണ്ടാൽ തന്നെ നമുക്ക് എപ്പോഴും ഒരു മനസ്സിന് ഒരു കുളിർമ വരും. ശീതളമാണ് ആള്. ശിവൻ അങ്ങനെയല്ല. ശിവൻ ചൂട് പിടിച്ച ആളാണ്. ജടാചൂടൻ എന്നുവെച്ചാൽ ഭയങ്കര ചൂട് പിടിച്ചിട്ട് ഇങ്ങനെ ഓടി കിടക്കണ ആളാണ്. കൃഷ്ണൻ അങ്ങനെയല്ല. മനസ്സെപ്പോഴും തണുപ്പാണ്, ശീതളം. അപ്പോൾ ആ ശീതളമുള്ള ആൾക്ക് എപ്പോഴും അതുപോലെയുള്ള കാര്യങ്ങളല്ലേ വരുള്ളൂ. എന്ത് ദുഃഖം ഉണ്ടെങ്കിലും അതിലും ഒരു സന്തോഷം കണ്ടെത്തും. അങ്ങനെ കണ്ടെത്തി പോകുന്ന ആളാണ് കൃഷ്ണൻ. മഹാദേവ് വിളിച്ച വെളിപ്പുറത്ത്. അത് മഹാദേവൻ്റെ അന്തിമഹാകാളൻ എന്ന് പറഞ്ഞൊരു ശിവക്ഷേത്രമുണ്ട്. അത് ശിവൻ്റെ അവതാരങ്ങൾ ഒരുപാടുണ്ടല്ലോ. കൃഷ്ണൻ്റെയും ഉണ്ട്, എന്നാലും ശിവൻ്റെ ഉണ്ട്. അപ്പോൾ ആ അന്തിമഹാകാളൻ എന്ന് പറഞ്ഞാൽ വിളിച്ച വെളിപ്പുറത്താണ്. അതാണ് ആ പേരിൽ തന്നെ ഉണ്ട്, അന്തിമഹാകാളൻ. നമ്മൾ വിഷമം കൊണ്ട് ശിവപാർവതി ചേർന്നതാണ് അന്തിമഹാകാളൻ എന്ന് പറയുന്നത്. ദേവിയുടെ തൃപ്പൂണിത്തുറ വടക്കേ കോട്ടവാദിക്ക് ഒരു അന്തിമഹാകാളൻ്റെ ഒരു ക്ഷേത്രമുണ്ട്. വിളിച്ചാൽ വെളിപ്പുറത്താണ്. നമ്മളെന്തെങ്കിലും വിഷമം വന്നിട്ട് അവിടെ ചെന്നൊന്നും പറഞ്ഞു ഒരു മലരും കരിക്കും കൊടുക്കണം. അവിടെ മലരും കരിക്കാണ് പ്രധാനം. അഭിഷേകത്തിന് ഒരു കരിക്ക് കൊടുക്കുക, മലർ നേദ്യം, ഇത് രണ്ടുമാണ്. അവിടേക്ക് തൊഴാൻ ചെല്ലുമ്പോൾ വെറും കൈയോടെ എന്നല്ല, കരിക്കും മലരുമായിട്ട് എല്ലാവരും ചെല്ലുള്ളൂ. അറിവുള്ളവർ ഒരു കരിക്കും കുറച്ച് മലരും വാങ്ങിച്ച് നന്നാക്കി അത് കൊണ്ട് കൊടുക്കുക. അല്ലെങ്കിൽ നന്നാക്കിയ മലര് വാങ്ങിക്കാൻ കിട്ടുക. അത് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ശിവനും പാർവതിയും ഒരേ ശ്രീകോവിലിൽ അവിടെ ചെന്നാൽ കാണാൻ പറ്റും. അങ്ങനെ അത് അന്തിമഹാകാളൻ എന്ന് പറയും. വിളിച്ചാൽ വെളിപ്പുറം. നമ്മൾ എന്ത് കാര്യം വിചാരിച്ചാലും അത് ആ ഒരു ദുഃഖം നമുക്ക് മാറ്റി നന്മ വരും. ഇതൊക്കെ അനുഭവമാണ്. എനിക്കും അനുഭവമുണ്ട്. ലാസ്റ്റ് ആയിട്ടൊരു കാര്യം, ഈ നന്ദിയുടെ ചെവിയിൽ ഭക്തർ വന്നിട്ട് ഇങ്ങനെ അതെന്താ സംഭവം? അത് നന്ദിയുടെ ചെവിയിൽ, നന്ദിയാണല്ലോ ഭഗവാന്റെ വാഹനമല്ലേ നന്ദി. ശിവഭഗവാന്റെ വാഹനമാണ് നന്ദി. നന്ദിയോടാണ് ഭഗവാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു വിടുള്ളൂ. ഇപ്പോൾ ഭഗവാനോട് നേരിട്ട് പറഞ്ഞാൽ ഭഗവാൻ കേൾക്കില്ല. ഒന്നിലോ പാർവതിയോട് പറയണം. അങ്ങനെയാ പാർവതി എന്ന് ശിവൻ്റെ അവർ കണ്ടോ ഇങ്ങനെ എത്ര നാളായി ഇങ്ങനെ അങ്ങനെ ഓരോന്ന് നമ്മൾ ഈ ശിവപുരാണം വായിക്കുമ്പോൾ അതിൽ പറയും, എത്ര നാളായി നിങ്ങളെ വന്ന് ഭജിക്കണു, എന്നിട്ട് എന്താ നിങ്ങൾ തിരിഞ്ഞു നോക്കാത്തെ? പാർവതി അതിന് കാര്യമുണ്ട് എന്ന് പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അതുപോലെ അപ്പോൾ പാർവതി പറയും, ഇനി ഇപ്പോൾ പരീക്ഷണം വേണോ, ഇനി ഇത്രേ ആയില്ലേ, ഇനി എന്നാൽ നോക്കാവുന്നും കൂടി എന്നും പറഞ്ഞ് ശിവൻ അത് പാർവതി പറയുമ്പോൾ അനുസരിക്കും. ആ ഒരു പ്രാവശ്യം കൂടി നോക്കിയിട്ട് അങ്ങോട്ട് കൊടുക്കുകയാണ്. മോക്ഷമായാലും അല്ലെങ്കിൽ എന്താ അനുഗ്രഹം എന്ന് വെച്ചാൽ അത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ആണ് ഈ നന്ദികേശനോട് പറഞ്ഞാലേ അവിടെ എത്തുള്ളൂ. നന്ദികേശനാണ് മുമ്പിൽ വെച്ചേക്കണേ. പാർവതി എപ്പോഴും അടുത്തുണ്ടാവില്ലല്ലോ. നന്ദികേശനാണ് മുമ്പിൽ വെച്ചേക്കണേ വാഹനം. അപ്പം നന്ദിയോട് പറഞ്ഞാൽ കാര്യങ്ങൾ നടക്കും. അപ്പം നന്ദിയുടെ ചവിട്ടിൽ, ഇടത്തെ ചവിട്ടിൽ നമുക്ക് വേണ്ട എല്ലാം ഇടത്തെ ചവിട്ടിലാണല്ലോ നന്മകൾ. അപ്പോൾ അവിടെ ചെന്ന് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നന്ദിയുടെ ഇടത്തെ ചവിട്ടി പറയണം. നന്ദിയെ തുടരരുത്.
ചിലരിങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പറയും, അത് ഒരിക്കലും പാടില്ല. ഇങ്ങനെ കാണിക്കണം. ഇപ്പം നന്ദി ഭഗവാനാണെങ്കിൽ നന്ദി ഭഗവാനെ ഇങ്ങനെ പിടിക്കുകയല്ല, ഇങ്ങനെ പിടിക്കണ പോലെ കാണിച്ചിട്ട് ആ ഏത് ചെവിയാന്ന് വെച്ചാൽ ആ ഇടത്തെ ചെവിയിൽ കാര്യങ്ങൾ പറയാം. എന്നിട്ട് തൊഴുത് നമ്മളൊരു ചരാതിലൊരു വിളക്കും കൂടി വെച്ചാൽ നല്ലത്. ഒരു മാലയൊക്കെ ഇടിയിച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. കറുകമാലയാണ് നല്ലത് നന്ദിക്ക്. കറുകമാലയോ അല്ലെങ്കിൽ പലതരം പൂക്കൾ ചേർന്ന ഒരു മാല ഇത് ഇട്ടിട്ട് ഒരു ചരാതിൽ ഒരു തിരിയും കത്തിച്ച് ഈ ഇടത്തെ ചെവിയിൽ പ്രാർത്ഥിച്ചിട്ട് പോകുന്ന അച്ചട്ടാണ് കാര്യം നടക്കും. നിങ്ങൾ പരീക്ഷിച്ച് നോക്കിക്കോളൂ. അതും എനിക്ക് അനുഭവമുണ്ട്. എറണാകുളത്ത് അമ്പലത്തിൽ പോകുമ്പോൾ എറണാകുളം ശിവക്ഷേത്രം ഉണ്ടല്ലോ, അവിടെ നന്ദികേശൻ മുമ്പിലുണ്ട്. 3 നന്ദികേശനുണ്ട് മുമ്പിൽ തന്നെ വരിക്കപ്പെരയിൽ. പിന്നെ അകത്ത് ചെന്നാൽ 3 എണ്ണം, പിന്നെ ഒരെണ്ണം 4 കെട്ടിൻ്റെ ഉള്ളിൽ, അങ്ങനെ ഉണ്ട്. അത് വൈക്കത്തമ്പലത്തിലുണ്ട്. പക്ഷേ നമ്മൾ ഇത് നടയിൽ തന്നെയാണ്, നേരെ ശിവൻ നോക്കിയില്ല. അപ്പോൾ അവിടെ ചെന്ന് കാര്യം പറഞ്ഞിട്ട് തൊടില്ല, ഇങ്ങനെ പിടിച്ച പോലെ പറഞ്ഞിട്ട് നമ്മളൊരു വിളക്കും വെച്ചൊരു മാല ഇട്ട്, അത് പ്രദോഷത്തിനാണ് ഏറ്റവും നല്ലത്. പ്രദോഷം ഉണ്ടാവില്ലേ ശിവന്, ഏകാദശി കഴിഞ്ഞ് ദ്വാദശി കഴിഞ്ഞ് പ്രദോഷമുണ്ട്. ആ പ്രദോഷത്തിൽ ഭഗവാൻ ഉത്സാഹിയാണ്. ഏറ്റവും സന്തോഷമായിട്ട് ശിവൻ നൃത്തം ചെയ്യുന്ന സമയമാണ് ത്രിസന്ധ്യാ സമയം പ്രദോഷത്തിന്. ആ ശിവൻ്റെ നൃത്തം കാണാൻ ബ്രഹ്മാവും വിഷ്ണുവും ദേവതകളെല്ലാം വരുന്ന പറയണേ. അവരുടെ കൂട്ടരെല്ലാവരും കൂടി വന്ന് ഈ നൃത്തത്തിൽ പങ്കുചേർന്നിട്ട് അനുഗ്രഹമൊക്കെ വാങ്ങിച്ചാൽ പോണേന്നാണ് പറയണത്. ശിവൻ നൃത്തം ചെയ്ത് കഴിഞ്ഞ് പാർവതിയുടെ മടിയിൽ വിശ്രമിക്കും. ആ രംഗം കണ്ടുകൊണ്ടാണ് അവർ പോണത് ബ്രഹ്മാവ് വിഷ്ണു. അത്രയും പവറാണത് പ്രദോഷം. അപ്പം ഞങ്ങളൊക്കെ പ്രദോഷത്തിൻ്റെ അന്ന് പോയാണ് നന്ദികേശനൊരു വിളക്കും വെച്ചൊരു മാലയിട്ട്, പിന്നെ എന്നിട്ടാണ് ശിവൻ്റെ അടുത്തേക്ക് ചെല്ലണത്. ഈ നന്ദികേശൻ്റെ 2 കൊമ്പുണ്ടല്ലോ, ആ കൊമ്പിൻ്റെ ഇടയിൽ കൂടി ആ ശിവനെ ആദ്യം കാണണ്ടേന്നാണ് പറയണേ. നമ്മൾ ശിവൻ്റെ അമ്പലത്തിൽ ചെല്ലുമ്പോൾ, ശിവക്ഷേത്രത്തിലേക്ക് തൊഴാൻ ചെല്ലുമ്പോൾ ആദ്യം പുറത്തിരിക്കുന്ന നന്ദികേശനെ തൊഴണം. പിന്നെ കാര്യങ്ങൾ പറയണമെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ ആദ്യം നന്ദികേശനെ തൊഴുതിട്ട് ആ നന്ദികേശൻ്റെ കൊമ്പുണ്ട്, ആ കൊമ്പിൻ്റെ ഇടയിൽ കൂടി വേണം ശ്രീകോവിലേക്ക് നോക്കാൻ. ഇടയിൽ കൂടി എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഇടയിൽ കൂടി നോക്കാൻ പറ്റില്ല, ഇങ്ങനെ അത് സങ്കല്പിച്ച് നോക്കുക. കൊമ്പിൻ്റെ ഇടയിൽ കൂടിയാണ് ഞാൻ നോക്കണേന്ന് സങ്കല്പിച്ച്, നന്ദികേശൻ അവിടെ ഇരിപ്പുണ്ടാവുമല്ലോ, ആ 2 കൊമ്പിൻ്റെ ഇടയിൽ കൂടി വേണം ശിവനെ കാണാൻ. എന്നിട്ട് വേണം അകത്ത് കയറാൻ. അകത്ത് കയറി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ കൂവളമാല അങ്ങനെയുള്ളതൊക്കെ കൊടുത്ത്, പ്രദോഷത്തിനാണ് ഏറ്റവും നല്ലത്. ശിവൻ ഉത്സാഹിയായിട്ട് സന്തോഷമായിട്ടിരിക്കണ സർവ്വ നന്മകളും നമുക്ക് തരുന്നതാണ് മഹാദേവൻ. പക്ഷേ മഹാദേവനൊന്നും ഏതവരും പരീക്ഷിച്ചിട്ടല്ലേ തരുള്ളൂ. വളരെ നല്ലതാണ്. പ്രദോഷ ദിവസം നമ്മൾ നന്ദികേശൻ്റെ ഒരു മാല ചാർത്തി ഒരു വിളക്കും വെച്ചിട്ട് അകത്ത് കയറി തൊഴുക. ഭഗവാനൊന്നും കൊടുത്തില്ലെങ്കിൽ നന്ദികേശന് കൊടുക്കണം. അപ്പം ഭഗവാൻ സന്തോഷമായി. ഭഗവാന്റെ വാഹനമായ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാനുള്ളതാണ് നന്ദികേശൻ. ഈ നന്ദികേശൻ അങ്ങനെ ഒരു കാളയായതൊരു മനുഷ്യക്കുട്ടിയായിരുന്നു, ഒരു കാളയായ രംഗം വേറെയുണ്ട്.